ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ മാറ്റം. ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങളെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ 12 ആണവ പോർമുനകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. അതായത് ഉപയോഗിക്കാൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്നർത്ഥം. നമുക്കറിയാം, നമ്മുടെ ആണവ നയം എപ്പോഴും വളരെ സമാധാനപരമായ ഒന്നായിരുന്നു. നോ ഫസ്റ്റ് യൂസ് എന്നാണ് നമ്മുടെ പോളിസി തന്നെ. അതായത് നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചാക്രമിക്കൂ. ഇതുവരെ ഇന്ത്യ തങ്ങളുടെ ആണവ ബോംബുകളും അവ ഉപയോഗിക്കാനുള്ള മിസൈലുകളും വേറെ സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. ആവശ്യമെങ്കിൽ മാത്രമേ ഇവ അസംബിൾ ചെയ്യാറുള്ളൂ. എന്നാൽ കാലം മാറി, നമ്മൾ നമ്മുടെ നയവും മാറ്റി. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ 12 ന്യൂക്ലിയർ വാർഹെഡ്സ് ഇന്ത്യ മിസൈലുകളുമായി ഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതായത് ശത്രു രാജ്യങ്ങളിൽ നിന്നൊരു അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായാൽ മിനിറ്റുകൾക്കകം തിരിച്ചടിക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ചൈന. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ ഒട്ടും സമയം കളയാതെ ശക്തമായി തിരിച്ചടിക്കാൻ നാം പ്രാപ്തരാണെന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ ശരി.